ബിഗ് ബോസ് മലയാളം സീസൺ 6 ടോപ്പ് 10 എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. നമ്മൾ ഈ ടോപ്പ് 10 ഓരോ മത്സരാർത്ഥികളെയും കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 2 പേരുടെ വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു, അഭിഷേക്, സായി. ഇത് മൂന്നാമത്തെ വീഡിയോ ജിൻഡോയെ കുറിച്ചാണ്. ജിൻഡോ എന്ന് പറയുന്ന ആ മത്സരാർത്ഥി ഈ ടോപ്പ് 10 എത്തിയതും മത്സരാർത്ഥി ഇതുവരെ കളിച്ചതും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജിൻഡോ ടോപ്പ് 10 ഞാൻ ഒരു ടോപ്പ് 5 ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോപ്പ് 5 ആരൊക്കെയാണ് വരിക എന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. അതിൽ ഒരാൾ പുറത്തു പോയി. അതിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളാണ് ജിൻഡോ. ജിൻഡോ ടോപ്പ് 5 ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ആദ്യം മുതൽ ജിൻഡോയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിനോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജിൻഡോയെക്കുറിച്ച് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ജിൻഡോ ഫാൻസിനൊക്കെ എത്തിച്ചു കൊടുക്കാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. അതിൽ ചിലപ്പോൾ പല ആളുകൾക്കും അത്, പല ഫാൻസിനും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, ആദ്യത്തെ ആഴ്ച മുതൽ, ആദ്യത്തെ ഒരു ടാസ്ക് മുതൽ ഇങ്ങോട്ട് ജിൻഡോയെ ഒറ്റപ്പെടുത്താനും ജിൻഡോയെ ആക്രമിക്കാനും ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആദ്യത്തെ ആഴ്ചയിൽ ഒരു കൂട്ട് കിട്ടിയത് രതീഷായിരുന്നു. ഒരു ജയിലിൽ കിടക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള ആ സംഭാഷണങ്ങളും ആ ജയിലിൽ നിന്ന് ഒരു സ്നേഹബന്ധം ഉടലെടുത്ത് വരുന്നത് നമ്മൾ കണ്ടു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ രതീഷും ജിൻഡോയും കൂടെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, ഇനി നമ്മൾ ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ആഴ്ച രതീഷിന് പുറത്തു പോകേണ്ടി വന്നു. വീണ്ടും ജിൻഡോ ഒറ്റപ്പെടുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത്. പിന്നെ പോകുന്തോറും ജിൻഡോയ്ക്ക് കൂട്ടായിട്ട് ഉണ്ടായിരുന്നത് ജാൻമണി ആയിരുന്നു. ജാൻമണി എന്ന് പറയുന്ന ഒരാൾ മാത്രമായിരുന്നു ജിൻഡോയ്ക്ക് കൂട്ടായിട്ടും സപ്പോർട്ടായിട്ടും ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഗെയിമിലായാലും അല്ലാതെയൊക്കെ ജിൻഡോയെ ഒറ്റപ്പെടുന്ന ഒരു സീന് കണ്ടു. ജിൻഡോ പവർ ടീമിൽ വന്ന സമയത്ത് ജിൻഡോയുടെ കൂടെ ഉണ്ടായിരുന്ന അർജുൻ റസ്മിനായിരുന്നു. പക്ഷേ പവർ ടീമിൻ്റെ അധികാരങ്ങൾ ആ പവർ ടീമിനുണ്ടായിരുന്ന ആളിൽ തന്നെ പ്രയോഗിക്കാനാണ് അർജുൻ റസ്മിനും ശ്രമിച്ചത്. അതായത് ജിൻഡോയെ മാക്സിമം പണിഷ്മെൻറ്റ് കൊടുക്കാനാണ് ആ ഒരു പവർ ടീം ശ്രമിച്ചത്. പവർ ടീമിൻ്റെ ഉദ്ദേശം പണിഷ്മെൻറ്റ് കൊടുക്കുക മാത്രമാണ് എന്നാണ് റസ്മിനും അർജുനൊക്കെ കരുതിയതെന്ന് തോന്നുന്നു. കാരണം ജിൻഡോയെ പണിഷ്മെൻറ്റ് കൊടുക്കുക മാത്രമായിരുന്നു ആ ഒരു പവർ ടീം ചെയ്തത്. പവർ ടീമിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ടെന്ന് ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചിരുന്നു. പവർ വലുതാണ്, അത് മര്യാദയ്ക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് ഓർമ്മിപ്പിച്ചിരുന്നുവെങ്കിലും ജിൻഡോയ്ക്ക് പണി കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ആ ഒരു പവർ ടീമിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഏതൊരു ടാസ്ക് വന്നാലും ആ ടാസ്കിൽ ജിൻഡോ ചെയ്യുന്ന പോസിറ്റീവായാലും നെഗറ്റീവായാലും അതിനെ എടുത്തു കാണിക്കുകയും അതിനെക്കുറിച്ച് പല രീതിയിൽ അവിടെ കാണിക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു മത്സരാർത്ഥികളുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഗബ്രിയും ജിൻഡോയും തമ്മിലുള്ള വഴക്ക്, നമ്മുടെ തുണി അലക്കി മടക്കി വയ്ക്കുന്ന ആ ഒരു സംഭവത്തെ തുടർന്നുണ്ടായ ഒരു ഗംഭീര വഴക്ക് നമ്മൾ കണ്ടതാണ്. അതിൽ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും ഭാഗത്ത്, അതായത് ഞാൻ ജിൻഡോയുടെ ഭാഗം മാത്രം പറയല്ല, ഗബ്രിയുടെ ഭാഗത്തും ജിൻഡോയുടെ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് അതിൽ ബിഗ് ബോസ് ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. പരസ്പരം വീട്ടുകാരെയൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു വാഗ്വാദം അവിടെ നടന്നിരുന്നു. അതിനെ പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ, അതായത് ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാനായിട്ട് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷേ ഗബ്രിയുടെ ഭാഗത്ത് നിൽക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു താനും. രണ്ടുപേരും ചെയ്തത് ഒരേ തെറ്റാണ് എന്നുള്ളതാണ് അവിടുത്തെ ഒരു മെയിനായിട്ടുള്ള കാര്യം. രണ്ടുപേരും ചെയ്തത് ഒരേ തെറ്റാണ്. വീട്ടുകാരെ വിളിച്ച് സംസാരിക്കുക, വീട്ടുകാരെ കുറിച്ച് പറയുക എന്നുള്ളത്. പക്ഷേ അവിടെയും ജിൻഡോയെ ഒറ്റപ്പെടുത്തുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. അവിടെ മാത്രമല്ല, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ടാസ്കുകളൊക്കെ നോക്കുമ്പോഴും ജിൻഡോയെ എങ്ങനെ നമുക്ക് കൊടുക്കാം എന്നുള്ളത് മാത്രമാണ് ആ ബിഗ് ബോസ് വീട്ടിലുള്ള ആളുകൾ ചിന്തിച്ചിരുന്നത്. ഋഷിയെ പിടിക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, നമ്മുടെ ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരു ടാസ്ക്. അതിനകത്ത് ഋഷിയെ പിടിച്ചപ്പോൾ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്തു. ഋഷിയെ ഫിസിക്കലി ജിൻഡോ പിടിച്ച് അമർത്തി വാരിയലിൻ്റെ പ്രശ്നങ്ങളാക്കി എന്നൊക്കെ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടു. അതേപോലെ തന്നെ ഗബ്രിയെയും ജിൻഡോയും 2 റൂമിലേക്ക് മാറ്റി ഇരുത്തിയ സമയത്തും
കുറച്ച് പേരൊക്കെ ആദ്യം ജിൻഡോയുടെ ഭാഗവും ഗബ്രിയുടെ ഭാഗവും രണ്ട് ഭാഗത്തായി നിന്നിരുന്നെങ്കിലും അവസാനപ്പോഴേക്കും എല്ലാവരും അത് ജിൻഡോയ്ക്കെതിരായിട്ട് പ്രയോഗിക്കാനായിട്ട് തുടങ്ങി. കാരണം ജിൻഡോ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുകയാണ്, ജിൻഡോയുടെ ചെറിയൊരു പിടുത്തം പോലും എല്ലാവർക്കും അപകടം സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് അവിടെ തിരിഞ്ഞു വന്നു. അവരുടെ ഉള്ളിലുണ്ടായിരിക്കുക ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയെ ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കുമെന്നുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും. കാരണം ജിൻഡോ അവിടെ നിൽക്കുന്നത്, ടാസ്ക് കളിക്കുന്നത് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് ശരണ്യ അടക്കമുള്ള ആളുകൾ അവിടെ ക്യാമറയ്ക്ക് മുന്നിലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ജിൻഡോ ഫിസിക്കലി ഞങ്ങളെ അറ്റാക്ക് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ അതൊന്നും വിലപ്പോയില്ല. അവസാനം ബിഗ് ബോസ് രണ്ട് പേരെയും, അതായത് ഗബ്രിയെയും ജിൻഡോയെയും ഒരു ആഴ്ച നമ്മൾ കണ്ടു. ബിഗ് ബോസ് ലാലേട്ടനിലൂടെ അവർ എവിക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു സീക്രട്ട് റൂമിൽ കൊണ്ടുപോയി നിർത്തുന്നു. അവർക്ക് വാണിംഗ് കൊടുക്കുന്നു, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറയുന്നു. എന്നിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നതിന് ശേഷം ജിൻഡോയിൽ മാറ്റം നമ്മൾ കണ്ടു. ജിൻഡോ പിന്നീട് അത്തരത്തിലുള്ള മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നതോ മോശമായ രീതിയിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഈ ഇടയ്ക്കുണ്ടായ ഒരു സംഭവം, അതായത് നമ്മുടെ റസ്മിൻ മായുള്ള കോൺവെർസേഷനിടയ്ക്ക് ഒരു ഇഷ്യൂ, അതിങ്ങനെ ഇപ്പോഴും ആളുകൾ ഇപ്പോഴും ബിഗ് ബോസിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. അതായത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം നൽകിയത് മറ്റൊരു രീതിയിലാണെന്നുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. ആ ഒരു സംഭവം അല്ലാതെ അതിനുശേഷം പിന്നീട് ജിൻഡോ മോശമായിട്ട് പെരുമാറിയോ മോശമായിട്ട് സംസാരിച്ചോ എന്ന് പറയാനുള്ള ഒരു ഇടവരുത്താത്ത ഒരു കണ്ടസ്റ്റൻ്റാണ് അത്. ഇങ്ങോട്ട് ഈ അവസാനം വരെയുള്ള ടാസ്കുകൾ നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് പറയാം. നന്ദന ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് ഒരു ബസ് സ്റ്റോപ്പ് ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വൃത്തം വരച്ച് അതിനേക്ക് ആളുകൾ നിൽക്കുക, അവസാനം ആ വൃത്തത്തിനുള്ളിൽ അവശേഷിക്കുന്ന ആൾ ജയിക്കുക എന്നുള്ളത്. അവിടെ പലരുടെയും കാല് പുറത്തായിട്ടും ജിൻഡോയുടെ കാല് പുറത്താണ് എന്നാണ് നന്ദന അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നന്ദന വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് ജിൻഡോയുടെ കാല് പുറത്തല്ലായിരുന്നു. നോറ, അപ്സര അങ്ങനെയുള്ള ആളുകളൊക്കെ പുറത്ത് നിൽക്കുന്ന സമയത്താണ് നന്ദന ഇത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒറ്റപ്പെടലുകളും കൂട്ട ആക്രമണങ്ങളൊക്കെ നേരിട്ടിട്ടും ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ജിൻഡോ എന്ന് പറയുന്നത്. ജിൻഡോയുടെ ഭാഗത്ത് മൈനസുകളുണ്ട്, കളവ് പറയാറുണ്ട്, പല സമയങ്ങളിലും കളവ് പറയാറുണ്ട്. അതൊക്കെ കൈയോടെ പൊക്കിയിട്ടുമുണ്ട്. ലാലേട്ടൻ തന്നെ ഒരു തവണ കളവ് പറഞ്ഞത് കൈയോടെ പൊക്കിയിട്ടുണ്ട്. അങ്ങനെ മൈനസുകളില്ലാത്ത ഒരാളാണ് ജിൻഡോ എന്നല്ല പറഞ്ഞിരുന്നത്, മൈനസുകളുണ്ട്. പക്ഷേ അവിടെ ഒരു എൻ്റർടൈനർ എന്ന് പറയുന്ന ഒരാൾ ജിൻഡോ തന്നെയാണ്. നമുക്കറിയാം ജാസ്മിനും ഗബ്രിയും ചേർന്ന് എത്രയോ അറ്റാക്ക് ചെയ്തിട്ടും അവിടെ പിടിച്ചു നിന്ന ഒരാളാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഏറ്റവും ആദ്യത്തെ ആഴ്ച ബിഗ് ബോസ് തന്നെ മണ്ടൻ എന്ന് പറയുന്നൊരു പട്ടം കൊടുത്ത് അലങ്കരിച്ചൊരു വ്യക്തിയാണ് ജിൻഡോ എന്ന് പറയുന്നത്. പക്ഷേ ജിൻഡോ മണ്ടനല്ല, അവിടെ ബുദ്ധിപൂർവ്വം ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്ന ഒരാളാണ് ജിൻഡോ എന്നുള്ളത് പിന്നീട് മനസ്സിലായി. അത് ബിഗ് ബോസിന് പോലും മനസ്സിലായി എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. പിന്നെ ഫാമിലി വന്ന സമയത്തും എല്ലാ ഫാമിലികളും വരുമ്പോൾ ആദ്യം അന്വേഷിച്ചത് ജിൻഡോയാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ജാസ്മിൻ പറയുന്നത് കേട്ടു, ആര് വന്നാലും ആദ്യം ജിൻഡോ കേട്ട് മടുത്തു എന്നുള്ളത്. തീർച്ചയായിട്ടും ജിൻഡോ അത്രത്തോളം അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണത്. അവസാനം ജോജു വന്ന സമയത്ത് ജോജുവും സിനിമയെക്കുറിച്ചല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജിൻഡോയെക്കുറിച്ചായിരുന്നു കൂടുതലും സംസാരിച്ചത്. അപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ബിഗ് ബോസിനകത്ത് കണ്ടൻറ്റുകൾ കൊടുക്കാനും അതേപോലെ തന്നെ ഗെയിമുകളിൽ തൻ്റേതായിട്ടുള്ള സാന്നിധ്യം കാണിക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഒരു ബിഗ് ബോസ് പ്രൊഡക്റ്റ് തന്നെയാണ് ജിൻഡോ എന്ന് പറയുന്നത്. അവസാന ആഴ്ചകളായിട്ട് എന്തോ ശാരീരിക അസ്വാസ്ഥ്യമുള്ളതുപോലെ നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്. അത് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഇഷ്യൂ പുറത്ത് നടക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.